നമ്മളൊരു ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ അധികം ചിന്തിക്കാത്ത ഒരു ഫീൽഡാണ് ഈ ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ഞാനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഏഷ്യാനെറ്റ് എന്റെ അടുത്തേക്ക് വരുന്നത്. ഒട്ടും വിചാരിക്കാത്തൊരു സമയത്താണ് വരുന്നത്. ഞാനൊരു 3rd സ്റ്റാൻഡേർഡ് മുതൽ ഒരു 8ാം ക്ലാസ് മുതൽ സ്റ്റേജിലുണ്ട്. ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ സ്റ്റേജിലുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 7-8 വർഷമായി ആങ്കറിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്, MC ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മള് ഭാസ്കർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ഏഷ്യാനെറ്റിലെ ഗ്രൂമറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ, പുള്ളി മെഗാ ഷോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിന്റെ 1-2 ഷോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പരിചയമാണ്. അപ്പൊ എന്റെ വോക്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. സാധാരണ ചെയ്യുന്നത് ജ്വല്ലറീസിന്റെ ആഡുകൾ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് അങ്ങനെ ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ പുള്ളി അങ്ങനെ കേട്ടിട്ട് ആ സമയത്ത് ഏഷ്യാനെറ്റിൽ ഓഡീഷൻസ് ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ പുള്ളി എന്റെ വോക്കൽ എനിക്കൊരു ദിവസം ഒരു വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു പാരഗ്രാഫ്, സീരിയലിന്റെ ആണോ സംശയമുണ്ട്, സീരിയലിന്റെ ഒരു കുറച്ച് പ്രൊമോ കാര്യങ്ങൾ, അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് അയക്കും എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഞാൻ അത് അയച്ചു. അപ്പോഴും അങ്ങനെ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കേൾപ്പിച്ചു. അപ്പൊ അവർക്ക്